നമുക്കിടയിൽ രണ്ട് തരം ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയും. അത് അവർക്ക് പ്രിയപ്പെട്ടതാണോ, അവർക്ക് ഇഷ്ടപ്പെട്ടോ, അതൊന്നും അവരുടെ വിഷയമല്ല. അത് കേൾക്കുന്ന ആളിൻ്റെ മാത്രം പ്രശ്നമാണ്. എന്നാൽ വേറൊരു വിഭാഗമുണ്ട്, കോംപ്രമൈസ് ചെയ്ത് സംസാരിക്കും. എന്ന് വെച്ചാൽ നേരെ എതിരെ നിൽക്കുന്ന ആളിനെ അലോസരപ്പെടുത്താതെ പറയാനുള്ള കാര്യം വളരെ മിക്സ് ചെയ്ത് ഷുഗർ കോട്ടഡ് ആക്കി പറയുന്ന ആളുകൾ മറ്റൊന്നുമുണ്ട്. എന്നാൽ ഇതിൽ വളരെ ടഫായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. അത് ആരുടെ മുഖത്ത് നോക്കി പറയാനും അദ്ദേഹത്തിന് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നതിലായിരുന്നു ശ്രദ്ധിച്ചത്, അല്ലാതെ ആരോട് പറയുന്നു എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല. ഒരു സംഭവം പറയാം, കുറച്ച് പഴക്കമുണ്ട് ആ സംഭവത്തിന്. 1960 കാലഘട്ടം ഇന്ത്യയുടെ 60ലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ജവഹർലാൽ നെഹ്റു പങ്കെടുക്കുകയായിരുന്നു. ആദ്യ നിരയിൽ നെഹ്റുവിനൊപ്പം അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന നമ്മുടെ വി കെ കൃഷ്ണമേനോൻ ഇരിപ്പുണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ അന്ന് അതിഥിയായി എത്തിയ ഒരു വിദേശ പ്രതിനിധിയും ഇവരുടെ അടുത്തിരിക്കുക. വി കെ കൃഷ്ണമേനോൻ അദ്ദേഹത്തോട് നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ സംസാരം ഒരു ലെവൽ വിട്ടു. കാര്യം സംസാരപ്രിയനായിരുന്നു വി കെ കൃഷ്ണമേനോൻ. നമ്മൾ മലയാളികൾ പൊതുവേ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ, ഞാനും. അപ്പോൾ അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ആളുകളായതുകൊണ്ട് വിദേശത്ത് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആകെ അസ്വസ്ഥതയായി. കാര്യം വി കെ കൃഷ്ണമേനോൻ അദ്ദേഹം ഈ ഓറൽ ഡയറിയെ ബാധിച്ചതുപോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംസാരം കൂടുന്നത്, അതായത് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നെഹ്റുവിൻ്റെ ക്ഷമ നശിച്ചു. അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ മേനോൻ, കുറച്ചു നേരം താങ്കൾക്കൊന്ന് മിണ്ടാതിരുന്നു കൂടെ? അത് കൃഷ്ണമേനോൻ പ്രതീക്ഷിച്ചില്ല. ശകാരത്തിൻ്റെ ശക്തി ലേശം കൂടിയെന്നാണ് മനസ്സിലായത്. ആ ഷോക്കിൽ കുറച്ചു നേരം കൃഷ്ണമേനോൻ വായടച്ചു. അദ്ദേഹം സംസാരം നിർത്തി. പക്ഷേ സംസാരപ്രിയനായ നമ്മുടെ വി കെ കൃഷ്ണമേനോൻ സംസാരമല്ലോ അങ്ങനെ നിർത്താൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് കൂളായപ്പോൾ അദ്ദേഹം വീണ്ടും സംസാരം തുടങ്ങി. പതിവിലും കൂടുതൽ അദ്ദേഹം വാചാലനായി. വിദേശ പ്രതിനിധിയെ ആക്രമിച്ചൊരു പരിവമാക്കി. വിദേശ പ്രതിനിധി ഇരയെപ്പോലെ ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊടുത്തു. മറ്റു മാർഗമില്ലല്ലോ, ഇന്ത്യയുടെ അതിഥിയായി വന്നിരിക്കുകയല്ലേ. ഇത്തവണ ജവഹർലാൽ നെഹ്റുവിന് ശരിക്കും ക്ഷമ നശിച്ചുപോയി. അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കയ്യിലിരുന്ന പത്രം കൊണ്ട് വി കെ കൃഷ്ണമേനോൻ തോളത്ത് ശക്തിയായി ഒരു അടിയടിച്ചു. ഷട്ടപ്പ് എന്ന് പച്ചയായിട്ട് അങ്ങ് പറഞ്ഞു കളഞ്ഞു. കാരണം അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ സർവ്വ നിയന്ത്രണവും പോയി. അതോടെ വി കെ കൃഷ്ണമേനോൻ ഷോക്ക്ഡായി. അദ്ദേഹം സംഭാഷണം അവസാനിപ്പിച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ അങ്ങനെ അമിതമായി സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ വിദേശ പ്രതിനിധിയോട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. മനഃപൂർവ്വം ചെയ്ത് ഒരിക്കലുമല്ല. അങ്ങനെ ഒരു ചിന്ത പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കില്ല. കാരണം ഒരു വിദേശ പ്രതിനിധി വരുമ്പോൾ അദ്ദേഹത്തോട് ആദരവ് പുലർത്തേണ്ടത് നമ്മുടെ ഓരോ ആളിൻ്റെയും ബാധ്യതയാണ്. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾവിക്കാർക്ക് വലിയ അലോസരമുണ്ടാകുമെന്ന് ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും ഈ പൊതുവേദികളിൽ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയുമോ? എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നതും തുടരുന്നതും ഒരു കാര്യത്തിൽ ഊന്നിയാണ്. ഒന്ന്, സദസ്സിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ പ്രസംഗം ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു എങ്കിൽ നമ്മുടെ പ്രസംഗം ഇറിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രസംഗം നിർത്തിക്കളയണം. കാര്യം നിങ്ങളുടെ പ്രസംഗം ഇറിക്കുന്നില്ല, ആ വിഷയം ആളുകളിലേക്ക് കയറുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പൂഴിയിട്ടാൽ കേൾക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദം ഉണ്ടാകുന്ന രീതിയിലിരിക്കുന്ന ഓഡിയൻസ് ആണെങ്കിൽ നിങ്ങളുടെ പ്രസംഗം അവർ വളരെ ശ്രദ്ധിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അളവ് പോലെയാണ്. എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നേരെ എതിരെ നിൽക്കുന്ന ആളിന് അലോസരം ഉണ്ടാക്കാതെ പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊരു സംക്ഷിപ്തത പാലിക്കുക എന്നത് ഏറ്റവും നല്ലതാണ്. ബ്രിവിറ്റി ഈസ് എ സോൾ ഓഫ് വിർച്യൂ എന്നൊക്കെ പറയാറില്ല. ഏറ്റവും ഒരു സോൾ ഓഫ് വിറ്റ് എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ സംക്ഷിപ്തമായി വളരെ ചുരുക്കത്തിൽ കാര്യങ്ങൾ പറയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കി പറയുക എന്നത് നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷേ പല ആളുകൾക്കും ചുരുക്കി പറയാൻ കഴിയില്ല. മാത്രമല്ല ഒരുപാട് ചുരുക്കുന്ന ആൾക്കാരുമുണ്ട്. അവർക്ക് ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അനാവശ്യമായ വാചകപടി അവജ്ഞ ക്ഷണിച്ചു വരുത്തും എന്ന് ചുരുക്കം. അതേ ഉള്ളൂ, ഇത്രയും. അപ്പോൾ നമ്മൾ വിവേകപൂർവ്വം സംസാരിക്കുക, സംക്ഷിപ്തമായി വളരെ ചുരുക്കത്തിൽ പറയുക. ഒരുപാട് സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഔചിത്യബോധത്തോടെ ഒരുപാട് സംസാരിക്കുക. ചുരുക്കി പറയേണ്ടിടത്ത് ചുരുക്കി തന്നെ പറയണം. ഇനി ഒരു കാര്യം കൂടി പറയാം. 1960 BBC ചിത്രീകരിച്ച എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എന്ന ഹ്രസ്വ ചിത്രത്തിലാണ് വി കെ കൃഷ്ണമേനോനെ നെഹ്റു ശകാരിക്കുന്ന ഈ രംഗമുള്ളത്. ഈ ഹ്രസ്വ ചിത്രത്തെപ്പറ്റി ഹാഫ് പോസ്റ്റ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഈ ഒരു അനുഭവ കഥ പറയുന്നതും. അത് വേണമെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് റെഫർ ചെയ്ത് നോക്കാം. കാര്യം നെഹ്റു ഇങ്ങനെ കയ്യിലിരുന്ന പേപ്പർ ചുരുട്ടി വി കെ കൃഷ്ണമേനോൻ്റെ തോളത്തടിക്കുമോ എന്നൊക്കെ എനിക്കും ഇത് കേട്ടപ്പോൾ ആദ്യം സംശയം തോന്നി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.